ഹലോ ഹായ്, നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിനോ ആർക്കെങ്കിലും സ്ട്രോക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവർക്കുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഒരുപാട് തെറ്റിദ്ധാരണകളുമായിട്ടാണ് പലരും വീട്ടിൽ പ്രതീക്ഷയേറ്റ് കഴിയുന്നവരാണ്. യഥാർത്ഥത്തിൽ പുതിയ റിസർച്ച് പറയുന്നത് മാസങ്ങളല്ല, വർഷങ്ങൾ കഴിഞ്ഞാലും വർഷങ്ങൾ പിന്നിട്ടാലും സ്ട്രോക്ക് രോഗം ബാധിച്ച ബ്രെയിൻ തിരിച്ചു വരുമെന്നുള്ളതാണ്. ബ്രെയിനിൽ പ്രത്യേക തരത്തിലുള്ള മെക്കാനിസം ഉണ്ട്, ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയും. അതായത് ഇപ്പോൾ സാധാരണ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു റോഡ് ബ്ലോക്ക് വന്നു, അപ്പം സംഭവിക്കാം, നമ്മൾ ആ റോഡ് തിരിഞ്ഞ് തൽക്കാലത്തേക്ക് അടുത്തുള്ള ചെറിയ വഴിയിലൂടെ എന്ത് ചെയ്യും, നമ്മൾ പ്രവേശിക്കാൻ വേണ്ടി ശ്രമിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ നടപ്പാത ആയിരിക്കും ഉണ്ടാവുക, അതിലൂടെ കടന്നു പോകാനുള്ള പടപ്പാത വന്നു, കുറച്ച് ബൈക്ക് അതിലൂടെ പോകും, പിന്നെ കാർ അതിലൂടെ പോകും, അങ്ങനെ പുതിയ വഴി അതിലൂടെ രൂപപ്പെട്ട് വരും. അതുപോലെ തന്നെ ബ്രെയിനിൽ പുതിയ പാതകൾ രൂപപ്പെട്ട് വരും, പുതിയ പാത്ത് വേ ക്രിയേറ്റ് ചെയ്യും. അതായത് നമുക്കറിയാം, ബ്രെയിൻ സെൽസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇന്റർ കണക്റ്റഡ് ആണ്, ഭയങ്കര ഇഷ്ടമാണ് തമ്മിൽ അങ്ങേറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചു കൊണ്ടിരിക്കുന്ന സെൽസാണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്തേക്ക് ഒരു സ്ട്രോക്ക് കാരണം ബ്ലഡ് സപ്ലൈ കുറഞ്ഞുകൊണ്ട് അവിടുത്തെ ബ്രെയിൻ സെൽസ് ഡെത്ത് ആയി കഴിഞ്ഞാൽ, അവിടെ നശിച്ചു കഴിഞ്ഞാൽ പിന്നെ തൊട്ടപ്പുറത്ത് സെല്ലുകൾ പരസ്പരം സഹായിക്കും. സാധാരണ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ വീട്ടിൽ നമ്മൾ നിൽക്കുന്നു, നമ്മുടെ അയൽവാസികൾ നിൽക്കുന്നു, ഭയങ്കര ഇഷ്ടമുള്ള സ്നേഹബന്ധമുള്ള അയൽവാസികളാണുള്ളത്. അപ്പോൾ അവിടെ ഒരു സുപ്രഭാതത്തിൽ ആ പറഞ്ഞ വീട്ടുകാരൻ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ സംഭവിക്കാം, തൊട്ടപ്പുറത്തുള്ള അയൽവാസികൾ വരും, സുഹൃത്തുക്കൾ വരും, കുടുംബക്കാർ വരും. അങ്ങനെ ആ വീട്ടിൽ അദ്ദേഹം എന്തായിരുന്നു ചെയ്തിരുന്നത് ഇത്രയും കാലം, അതിന് സഹായിക്കാൻ ആളുകൾ എത്തും അല്ലേ. ആ മക്കളെ സ്കൂളിൽ കൊണ്ടാക്കാൻ ആളുകൾ വരും, ആ വീട്ടിലേക്ക് സാധനം എത്തിക്കാനായിട്ട് ആളുകൾ ശ്രമിക്കും. അങ്ങനെ പരസ്പരം സഹായിക്കുന്നൊരവസ്ഥയാണ് സത്യത്തിൽ ബ്രെയിനിൽ സംഭവിക്കണം. അവിടെ ഒരു സെല്ലുകൾ നശിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റു സെല്ലുകളൊക്കെ ഇതിനെ സഹായിക്കാനായിട്ട് എത്തുകയും ആ സെൽ എന്തായിരുന്നു ചെയ്തിരുന്നത് അത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കും. അതാണ് ബ്രെയിൻ റീലേണിംഗ് ചെയ്തുകൊണ്ട് അതിൻ്റെ ആ സെല്ലുകൾ ചെയ്തിരുന്ന വർക്ക് ഫങ്ഷൻസ് മറ്റുള്ള സെല്ലുകൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ് ബ്രെയിൻ റീലേണിംഗിലൂടെ സംഭവിക്കുന്നത്. ഈ ഇന്റർ കണക്ഷൻസ് നല്ല ഫലപ്പെട്ട സ്ട്രോങ് ആയിട്ട് വരും എപ്പോഴെന്ന് അറിയിച്ചാൽ നമ്മുടെ റിപ്പീറ്റഡ് ആയിട്ട്, നമ്മുടെ റീഹാബിലിറ്റേഷൻ കൃത്യമായി റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ, സാധാരണഗതി നമ്മൾ പറയാം, നമ്മളൊരു കോംപ്രിഹെൻസീവ് റീഹാബാണ് ഈ സ്ട്രോക്ക് രോഗികൾക്ക് പറയുന്നത്. അതായത് ആയുർവേദ ട്രീറ്റ്മെന്റ്, ഫിസിയോതെറാപ്പി, ഓക്കുപേഷൻ തെറാപ്പി, സ്പീച്ച് തെറാപ്പി പോലുള്ള മുഴുവൻ റീഹാബ് പ്രൊസീജിയേഴ്സും ഒരുമിച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ പുതിയ നെറ്റ്വർക്ക് സിസ്റ്റം നന്നായിട്ട് രൂപപ്പെട്ടു വരുന്നതാണ് നമ്മൾ പഠനങ്ങളിലൂടെ, നമ്മുടെ അനുഭവത്തിലൂടെ കണ്ട കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ കൃത്യമായി നൽകുന്ന കോംപ്രിഹെൻസീവ് റീഹാബിലിറ്റേഷൻ ട്രീറ്റ്മെന്റ്, അതായത് ആയുർവേദ ചികിത്സ കൃത്യമായ രോഗിക്കനുസരിച്ച്, എല്ലാ രോഗിയും ഒരുപോലെയല്ല, ഓരോ രോഗത്തിനും രോഗത്തിൻ്റെ അവസ്ഥയും രോഗിയുടെ പ്രകൃതിയും അനുസരിച്ചുള്ള കൃത്യമായ ആയുർവേദ ചികിത്സയും, കൂടെ തന്നെ ഫിസിയോതെറാപ്പി, ഓക്കുപേഷൻ തെറാപ്പി, സ്പീച്ച് തെറാപ്പി, കൂടെ തന്നെ ചില സമയത്ത് കൗൺസിലിംഗ് കൊടുക്കേണ്ടി വരും. അങ്ങനെ ഹോൾസമായിട്ട് കോംപ്രിഹെൻസീവ് ആയിട്ട് റീഹാബിലിറ്റേഷൻ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതോടുകൂടെ അവരുടെ അവസ്ഥകൾക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാവുന്നു. അതായത് പഠനത്തോടെയും തെളിയിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ അനുഭവത്തിലൂടെ കാണുന്ന കാര്യങ്ങളാണ് സത്യത്തിൽ ഈ റീഹാബിലിറ്റേഷനോട് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, ബ്രെയിൻ ഒരിക്കലും കല്ല് പോലെയല്ല, അത് സത്യത്തിൽ ഒരു കളിവണ്ണ പോലെയാണ്. ഏത് രൂപത്തിൽ വേണമെങ്കിലും മെല്ലെ മെല്ലെ ഫ്ലെക്സിബിളായിട്ട് വർഷങ്ങൾ കഴിഞ്ഞാലും അതങ്ങനെ ഫ്ലെക്സിബിളായിട്ട് അതിൻ്റെ റിസൾട്ട്സ് കിട്ടിക്കൊണ്ടേയിരിക്കും എന്നുള്ളത് പ്രതീക്ഷയോടുകൂടി നമുക്ക് അതിനെ മനസ്സിലാക്കാം. ഓൾ ദ ബെസ്റ്റ്.